പത്തരമാറ്റിലെ ഒരു പുതിയ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നന്ദു ആദർശിനോടും നയനയോടും പറയുന്നുണ്ടല്ലോ, മുമ്പ് അനന്തപുരിയിൽ നിന്നും മാല മോഷണം പോയ കേസിൽ നന്ദുവിന് ഒരു ഒഫീഷ്യൽ കംപ്ലയിൻറ്റ് എഴുതി നൽകണമെന്ന്. അങ്ങനെ ആദർശും നയനയും കൂടി നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു ഒഫീഷ്യൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അന്നേരം നയന പറയുവാണ് നന്ദുവിനോട്, എൻ്റെ സംശയം ഇപ്പോഴും അനാമികയും അവളുടെ അമ്മയും തന്നെയാണ്. അതല്ലാതെ മറ്റാരും ആ സ്വർണം അവിടെ വന്ന് എടുത്തു മാറ്റാൻ സാധ്യതയില്ല. അപ്പം നന്ദു പറയുന്നുണ്ട്, എൻ്റെ സംശയവും അവളെ തന്നെയാണ് ചേച്ചി, പഠിച്ച കള്ളിയാണ് അവൾ. പക്ഷേ അക്കൂട്ടത്തിൽ അഭിയെയും എനിക്കൊന്ന് ചോദ്യം ചെയ്യണം. അത് കേട്ടിട്ട് നയന പറയുന്നുണ്ട്, അതൊരു പക്ഷേ നവ്യേച്ചിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. മോളെ ഞങ്ങൾ പറഞ്ഞ് തിരികേറ്റിയതാന്നേ ചേച്ചി കരുതൂ. പോരാത്തതിന് നവ്യേച്ചിയെ ചൂട് പിടിപ്പിക്കാൻ ഇപ്പോൾ അവിടെ ആളുണ്ടല്ലോ. അഭിയെ വളർത്തി വഷളാക്കിയതിന് ഒരു തല്ല് അവർക്കും കൂടി അർഹതപ്പെട്ടതാണ് ചേച്ചി എന്ന് നന്ദു പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഒരു തല്ലല്ല, 1000 തല്ല് കിട്ടിയാലും അവരാരും ഇനി നന്നാകാൻ പോകുന്നില്ല. ഇപ്പോൾ തന്നെ കണ്ടല്ലോ നന്ദു, ഒരവസരം കിട്ടിയപ്പോൾ എല്ലാവരും കൂടി അത് മുതലെടുക്കാൻ ശ്രമിക്കുവാണ്. എന്തായാലും കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാളെ തന്നെ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. സത്യം തെളിയിക്കാൻ എനിക്ക് പല മുറകളും സ്വീകരിക്കേണ്ടി വരും. അതിന് നിങ്ങൾ രണ്ടാളും എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ആദർശ് നന്ദുവിന് വാക്ക് നൽകുവാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളുടെയും ഫുൾ സപ്പോർട്ടും എന്നും നന്ദുവിനുണ്ടാകും. എന്തായാലും ഈ വിവരം ഞാൻ മുത്തശ്ശിയെയും അറിയിക്കുന്നുണ്ട്. ആയിക്കോട്ടെ ആദർശേട്ടാ, എന്തായാലും ഈ കേസ് അന്വേഷിച്ചു തുടങ്ങുമ്പോഴേക്കും പലരുടെയും മുഖംമൂടി എനിക്ക് വലിച്ചു കയറേണ്ടി വരും. അങ്ങനെ ആദർശും നയനയും നന്ദുവിനോട് ബായ് പറഞ്ഞിട്ട് അവിടെ നിന്നും വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോഴാണെങ്കിൽ നവ്യയും ജലജയും കൂടിയിട്ട് ഇവരെ ചോദ്യം ചെയ്യുവാണ് കേട്ടോ. നവ്യ ചോദിക്കുന്നുണ്ട് നയനയോട്, അബിക്കൊരു തെറ്റുപറ്റി. ജ്വല്ലറിയിൽ നിന്നും വിത്തൗട്ട് ബില്ല് സ്വർണം കൊടുത്തതിൻ്റെ പേരിൽ ഇവിടെ എല്ലാവരും അബിയെ ഒരുപാട് വിമർശിച്ചു. മുത്തശ്ശൻ അവനെ തല്ലുകയും ചെയ്തു. അതൊന്നും പോരാനിട്ടാണോ ഇപ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യാനെന്നും പറഞ്ഞ് വീണ്ടും അബിയെ കൂട്ടിക്കൊണ്ടു പോയത്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അപ്പോൾ നയനയും ആദർശും പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് നയന നവ്യയോട് തിരികെ ചോദിക്കുവാണ്, ഓ അവനപ്പോൾ ചേച്ചിയോട് അങ്ങനെയാണോ വന്ന് പറഞ്ഞത്? ആ ചോദ്യത്തിൽ സംശയം തോന്നുന്ന നവ്യ ചോദിക്കുകയാണ്, അതെന്താ നയനി അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ അവനോട് വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അതിന് മറുപടിയായിട്ട് ജലജ പറയുവാണ്, അതല്ലേലും ചോദ്യത്തിന് മറുചോദ്യം ചോദിക്കലാണല്ലോ ഇവിടെ പലരുടെയും ശീലം. ആദർശിനെ ഒന്ന് നോക്കിയിട്ട് നയന പറയുവാണ്, അതെ, ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അങ്ങോട്ടും ചോദ്യങ്ങളുണ്ടാവും. അതിന് മറുപടി ഇല്ലെങ്കിൽ വിമർശനങ്ങളുമായി വരാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, ചേച്ചിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഞങ്ങളല്ല, അബിയാണ്. ഇപ്പോൾ അവൻ ചേച്ചിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവല്ലേ? അതെ, അവനിപ്പോൾ ഒരു പ്രശ്നത്തിനും പോകാതെ എന്നെയും കുഞ്ഞിനെയും സ്നേഹിച്ച് ജീവിക്കുവാണ്. അതിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ നയനെ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കൊരു സംശയവുമില്ല ചേച്ചി. പക്ഷേ നാളെ ഈ പറഞ്ഞ സ്നേഹത്തിന് എന്തെങ്കിലും മാറ്റം വന്നാൽ അത് താങ്ങാനുള്ള കരുത്ത് എൻ്റെ ചേച്ചിക്കുണ്ടാകണം. അത്രയും പറഞ്ഞിട്ട് നയനയും ആദർശം കൂടി അവരുടെ മുറിയിലേക്ക് പോവുകയാണ്. എന്നാൽ നവ്യ ആകട്ടെ അവളെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിച്ച് അവിടെ തന്നെ നിൽക്കുവാണ് കേട്ടോ. ഇനി ഞാൻ അറിയാതെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന സംശയം നവ്യയുടെ ഉള്ളിൽ ബലപ്പെടുവാണ്.